മൂത്ത കുട്ടി ഇന്നസെന്റ് ബട്ട് ഡിപ്പെൻഡന്റ്, ചെറിയ കുട്ടി ഇൻഡിപെൻഡന്റ് ബട്ട് സ്മാർട്ടർ. ഞാൻ സ്മാർട്ടർ എന്ന് ഉദ്ദേശിച്ചത് പല കാര്യത്തിലും തന്നെത്താനെ കേപ്പബിൾ ആണ് ചെയ്യാൻ. പല വീടുകളിലും ഓൾമോസ്റ്റ് 70% വീടുകളിലും ഈ ഒരു കാര്യം, ഈ ഒരു ട്രെൻഡ് കണ്ടുവരുന്നു. 30% വീടുകളിൽ ഇതിൽ നിന്നൊരു എക്സെപ്ഷനാണ്. വൈ? ബിക്കോസ് എൻവയൺമെൻറ്റൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ട്, വീടുകളിലെ പല പ്രശ്നങ്ങൾ കൊണ്ട് ഇതിൽ നിന്നൊരു ചേഞ്ച് ഒരു 30% കുട്ടികൾക്ക് വരാം. പക്ഷേ ഈ 70%-ൽ ഞാൻ ഈ മുമ്പേ പറഞ്ഞതുപോലെ മൂത്ത കുട്ടി ഇന്നസെൻറ്റ്, ചെറിയ കുട്ടി സ്മാർട്ടർ. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? അതിൻ്റെ കുറച്ച് റീസൺസ് നമുക്കൊന്ന് നോക്കാം. നമ്പർ 1 ഇസ് ബർത്ത് ഓർഡർ ആൻഡ് പാരൻറ്റിങ് ഡൈനമിക്സ്. ആദ്യത്തെ കുഞ്ഞ് എന്ന് പറയുമ്പോൾ പാരൻസിന് എപ്പോഴും ഒരു ട്രയൽ റൺ പോലെയാണ്, ന്യൂ ടു പാരൻറ്റിങ്. സോ ദേ വിൽ ബി ഓവർ പ്രൊട്ടക്റ്റീവ്. അപ്പം ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യത്തിനും കുഞ്ഞിനെ ഒരുപാട് കാര്യത്തിലൂടെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് പല ആൾക്കാരുടെ അഡ്വൈസസ് കേട്ട് ചില കാര്യങ്ങളിൽ ഒറ്റയ്ക്ക് തന്നെ നിന്ന് അങ്ങനെ എല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം പുതിയതാണ്. ന്യൂ പാരൻസ് ആണ് കുഞ്ഞുവാവെ പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഈ പറയുന്നത് പോലെ പല കാര്യങ്ങളിലും പാരൻസിനോട് അവർ ഡിപ്പെൻഡൻ്റ് ആണ്. പാരൻസ് അതുപോലെ തന്നെ അങ്ങോട്ടും ഓവർ പ്രൊട്ടക്റ്റീവ് ആണ്. സോ ദിസ് റിഫ്ലെക്ട്സ് ഇൻ ദിയർ പേഴ്സണാലിറ്റി. ആ സമയത്താണ് നമ്മുടെ ചെറിയ ആളങ്ങോട്ട് വരുന്നത്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ഒന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ജോലിയിലൊക്കെ ബിസി ആയിരിക്കുന്ന സമയത്താണ് രണ്ടാമത്തെ പാർട്ടി വരുന്നത്. അപ്പോൾ എന്നാ പറ്റും? സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ പുള്ളിക്കെല്ലാം തന്നെ ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ തന്നെയാണ് ആക്കി കൊടുക്കുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം ഡ്രസ്സിങ്, സ്റ്റാർട്ടിങ് ഫ്രം ക്രിയേറ്റിവിറ്റി, സ്റ്റാർട്ടിങ് ഫ്രം ഹൗസ് ഹോൾഡ് ഷോസ്. നമുക്ക് സമയമില്ല. വി ആർ ബിസി വിത്ത് സോ മെനി അതർ തിങ്സ്. നിങ്ങൾ എടുത്ത് നോക്കിയോ, എൻ്റെ അടുത്ത് വരുന്ന പാരൻസ് ഒരു 80% ആൾക്കാരും പറയുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഉള്ള കുറച്ച് റിസൾട്ടുകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എസ്പെഷ്യലി ചെറിയ കുഞ്ഞ് ദേ ലേൺ ത്രൂ ഒബ്സർവേഷൻ. നിങ്ങൾ വീട്ടിൽ നോക്കിക്കോ, ഏതൊരു കുഞ്ഞും എപ്പോഴും ഒബ്സർവ് ചെയ്യുന്നത് ഇവരുടെ സിബ്ലിങ്സിനെയാണ്. ചേച്ചിയോ ചേട്ടനോ ചെയ്യുന്ന അതേ കാര്യങ്ങൾ അതിനെക്കാട്ടി സ്മാർട്ടായിട്ട് ചെയ്യാൻ നോക്കുന്നു. ഇവിടാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. മൂത്ത കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളിൽ പ്രൊട്ടക്റ്റീവായിട്ട് അയ്യോ അത് ചെയ്യല്ലേ, അയ്യോ ഇത് ചെയ്യല്ലേ, ഇങ്ങനെ ആവല്ലേ അങ്ങനെ ആവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി ഒന്നും കൂടെ ടിമിഡാവും. പല കേസുകളിലും നമ്മളിൽ ഡിപ്പെൻഡൻ്റ് ആവും. ഓവർ പ്രൊട്ടക്റ്റീവ് ആണ് നമ്മൾ ആ കാര്യത്തിൽ. പക്ഷേ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ദേ ലേൺ ത്രൂ ഒബ്സർവേഷൻ. സോ ഇറ്റ്സ് വെരി ഈസി ഫോർ ദം ടു ബിക്കം മോർ സ്മാർട്ട് ആൻഡ് ബിക്കം മോർ ഇൻഡിപെൻഡൻറ്റ്. ഇവിടെ മൂന്നാമത്തെ എന്താ വെച്ചാൽ ഈ മൂത്ത ആളുടെ ഒപ്പത്തിനൊപ്പം നിൽക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു കാര്യത്തിലേക്ക് നേടിയെടുക്കണം എന്നുള്ളൊരു ഫീലിംഗ് ഇവരുടെ മൈൻഡിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ അറ്റൻഷൻ ഇക്വേഷൻ, അതായത് മൂത്ത കുട്ടിക്ക് എല്ലാവരുടെയും അറ്റൻഷൻ എപ്പോഴും കിട്ടും. മനസ്സിലായി? അതായത് ഒരു കുഞ്ഞേ ഉള്ളൂ, എല്ലാ അറ്റൻഷനും കുട്ടിക്ക് തന്നെ പോകുമ്പം ചെറിയതെന്ന് പറഞ്ഞാൽ ഇവ ഗ്രാബ് ചെയ്യും അറ്റൻഷൻ. എനിക്കും അറ്റൻഷൻ വേണം എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ അറ്റൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഡിവൈഡ് ചെയ്തല്ലേ കൊടുക്കാം. മൂത്ത കുട്ടിക്ക് ഫീൽ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരെയും കൂടി ഈക്വലായിട്ട് നോട്ട് ചെയ്യും. അപ്പോൾ എന്നാ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ പാർട്ടി, ഈ ചെറുത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. സോ ദാറ്റ് ഹീ ഗെറ്റ്സ് ദി അറ്റൻഷൻ, ഹീ ഓർ ഷീ ഗെറ്റ്സ് ദി അറ്റൻഷൻ. കേട്ടോ? റോൾ എക്സ്പെക്റ്റേഷൻ ആണ് നെക്സ്റ്റ്. ഈ റോൾ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം വരുമ്പോഴേക്കും ഇവിടെ ഒരു കഷ്ടമുള്ള എന്താ വെച്ചാൽ എപ്പോഴും റോള് കൊടുക്കുന്നത് പാരൻസ്, ഇതിപ്പോൾ 2-3 വയസ്സിനോ അല്ലെങ്കിൽ ഈവൻ 1-2 വയസ്സിന് മൂത്ത ആളാണെങ്കിലും ഈ കുഞ്ഞിന് നമ്മൾ എപ്പോഴും ഒരു റെസ്പോൺസിബിൾ റോളാണ് മൂത്ത കുട്ടിക്ക് കൊടുക്കുന്നത്. ചെറിയ കുട്ടിക്ക് ഒരു ക്യൂട്ട് റോൾ വേണം. മനസ്സിലായി? അപ്പോൾ ഈ ക്യൂട്ട് റോൾ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്നാണ് ആൾ പല കാര്യങ്ങളും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, മൂത്തത് എപ്പോഴും ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറയുന്നത് വളരെ റെയറാണ്. ഓക്കെ, ഒരേ കാര്യം പല രീതിയിൽ പല തരത്തിൽ നമ്മളെ പറഞ്ഞ് ഫലിപ്പിക്കാനും അത് ആ ട്രാക്കിൽ കൊണ്ടുപോകാൻ ഒരു പ്രത്യേക കഴിവാണ് ഈ രണ്ടാമത്തെ ആൾക്ക്. പല വീടുകളിലും ആ സിറ്റുവേഷൻ അനുസരിച്ച് നിൽക്കാൻ ചെറിയതിനറിയാം. എന്തും വന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞുള്ള വഴക്കെല്ലാം കിട്ടാൻ ഞാൻ പറഞ്ഞില്ലേ ഒരു 80% ആണ്, 20% എക്സെപ്ഷൻ ഉണ്ട്. പക്ഷേ സാധാരണ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഇൻ വെരി സിമ്പിൾ വേർഡ്സ്, ദി എൽഡർ വൺ ലേൺസ് ടു ഫോളോ ദ റൂൾസ്. മനസ്സിലായി? ആൻഡ് ദി യങ്ങർ വൺസ് ബെൻഡ് ദം വെരി സ്മാർട്ട്ലി. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇതിനകത്ത് പറയുന്നത്. മൂത്ത കുട്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും ദേ ഓൾവേസ് ലേൺ ടു ഫോളോ ദോസ് റൂൾസ്. അതവർ തെറ്റിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ വഴക്കങ്ങോട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ബട്ട് ദ സെക്കൻഡ് വൺ ദേ നോ വെരി സ്മാർട്ട്ലി ഹൗ ടു ബെൻഡ് ഇറ്റ്. കാര്യം നോക്കി എടുത്ത് പിടിച്ച് എങ്ങനെ എവിടെ ചെയ്യാം, മൂത്ത ആൾക്കും കൂടെ പാര വെക്കാനുള്ള ഒരു ശ്രമവും കൂടി ഇവിടെ നടത്തിയിരിക്കും. ഓക്കെ, പക്ഷേ ആസ് പാരൻസ് നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ബാലൻസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം 3-4 വയസ്സിന് മൂത്തതാണെങ്കിലും മൂത്ത ആളും കുട്ടിയാണ്. അപ്പോൾ എപ്പോഴും നീയാണ് റെസ്പോൺസിബിൾ, നീയാണ് വലുത്, നിനക്കാണ് കാര്യം പറഞ്ഞാൽ മനസ്സിലാവേണ്ടത്. നോ ഡു ദാറ്റ്. അതും കുഞ്ഞാണ് അല്ലേ? 2-3 വയസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു വ്യത്യാസമല്ലേ ഉള്ളൂ. ബട്ട് ഹീ ഓർ ഷീ ഈസ് ഓൾസോ എ ചൈൽഡ്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ കാണാൻ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ വീട്ടിലേക്ക് തന്നെ വരാനൊരു മടുപ്പെന്നുള്ളൊരു രീതിയിലേക്കായിരിക്കും വരിക. കാര്യം എന്ത് കാര്യവും നല്ല ടാക്ട്ഫുള്ളായിട്ട് കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ഒരാളവിടെ ഉണ്ടല്ലോ. അപ്പോൾ ആ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യം മാത്രം നമ്മൾ കേട്ടുകൊണ്ട് മൂത്ത ആളെ നമ്മൾ ഒറ്റപ്പെടുത്താൻ പാടില്ല. എല്ലാ കാര്യവും നീ മനസ്സിലാക്കി ചെയ്യണ്ടേ, നീ ഒരു വലിയ ആളല്ല
എങ്ങനെ വലിയ ആളാവും? നോ. ഇതേപോലെ തന്നെ ചെറുതിനും യു ഷുഡ് സ്റ്റാർട്ട് ഗിവിങ് റെസ്പോൺസിബിലിറ്റീസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മൂത്ത കുട്ടിയാണ് എല്ലാ റെസ്പോൺസിബിലിറ്റീസും എല്ലാ ലേബലിങ്ങും ചെയ്യേണ്ടത്. ചെറുതിന് നോ. അതിനി എന്ത് കാര്യം, അത് ഹൗസ് ഹോൾഡ് ഷോസ് ആണെങ്കിലും ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വാഷ് ചെയ്യാനാണെങ്കിലും മടക്കാനാണെങ്കിലും സ്വീപ്പ് ചെയ്യാൻ എന്തിനാണെങ്കിലും അവരുടെ കാര്യങ്ങൾ നീറ്റായിട്ട് വെക്കാനാണെങ്കിലും ഒക്കെ നമ്മൾ മൂത്ത ആൾക്ക് കൊടുക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി പോലെ തന്നെ ചെറുതിന് നമ്മൾ കൊടുത്തു നോക്കുക. അപ്പോൾ പിന്നെ എനിക്ക് എല്ലാ പ്രിവിലേജും കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് വരത്തില്ല. ഞാനും ചേട്ടനും അല്ലെങ്കിൽ ഞാനും ചേച്ചിയും ഒരുപോലെയാണ് എന്നുള്ളൊരു ഫീലിംഗ് വരും. എനിക്ക് കൺസിഡറേഷൻ അവിടെ കിട്ടുന്നു എന്ന് പറയുമ്പോഴാണ് പതിയെ 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 എന്താ പറയുക, തലയൊക്കെ ഇങ്ങനെ ഒന്ന് പൊക്കി പല കാര്യങ്ങളും ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നത്. നമ്മളായിട്ട് അതിനൊരു വഴി വെച്ച് കൊടുക്കരുത് കേട്ടോ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എവ്രി ചൈൽഡ് ഡിസേർവ്സ് ബോത്ത്. രണ്ട് കുഞ്ഞുങ്ങൾക്കും റെസ്പോൺസിബിലിറ്റി ഡിസേർവ് ചെയ്യുന്നുണ്ട്, രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഫ്രീഡം ഡിസേർവ് ചെയ്യുന്നുണ്ട്, രണ്ട് കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളായി ഇരിക്കാൻ അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? കളിയാണെങ്കിലും എല്ലാം അവർ രണ്ടുപേരും ഒരുപോലെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു വാക്കുകൊണ്ടോ ഒരു ടോൺ കൊണ്ടോ നമ്മുടെ ഒരു പെരുമാറ്റം കൊണ്ടോ രണ്ടുപേരെ രണ്ടാക്കുവാണെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പല പേരൻസും വന്നിട്ട് പറയുന്നുണ്ട്, എന്ത് ചെയ്താൽ ഇവർക്ക് തമ്മിൽ കണ്ടുകൂടാ. കൊച്ചു കൊച്ചു ഫൈറ്റുകളൊക്കെ ഉണ്ടാവും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ജസ്റ്റ് ഇമാജിൻ ഇവരിങ്ങനെ ഹഗ് ചെയ്തിരിക്കുന്നു, കളിക്കുന്നു. നമുക്കെന്തൊരു വാംത്ത് അത് കാണുന്നത്. എൻ്റെ മൊബൈൽ മുഴുവൻ ഇവരുടെ ഒരു വീഡിയോസും ഫോട്ടോസിൻ്റെ ഒരു ബഹളമാണ്. ആൻഡ് ഐ ലവ് സീയിങ് ദം പ്ലേ ടുഗെദർ, ഹഗ് ഈച്ച് അതർ ടുഗെദർ, കിസ് ടുഗെദർ. ആൻഡ് അങ്ങനെ അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം. ട്രീറ്റ് ബോത്ത് ഓഫ് ദം ഈക്വലി ഇൻ എ വെരി ബാലൻസ്ഡ് വേ. ഓക്കെ.